ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അലൂമിനിയം ഫോയിൽ ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ ഭക്ഷണമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അലൂമിനിയം ഫോയിൽ ഷീറ്റില്ലേ, അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് ഞാനിവിടെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ പീസുകളായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. പാഴ്സൽ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഷീറ്റ് എല്ലാവരും കളയാറാണ് ചെയ്യാറ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ കുറച്ച് പീസുകൾ ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്ലോറൽ കമ്പി എടുത്ത് ഇതേപോലെ പീസുകളായിട്ട് മുറിച്ചെടുക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് തെർമോക്കോൾ ബോൾസ് ആണ് വേണ്ടത്. അത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. 10 രൂപയുള്ള ഒരു പാക്കറ്റിന്. എന്നിട്ട് കമ്പി എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം അറ്റത്തായിട്ട്. എന്നിട്ട് തെർമോക്കോൾ ബോൾസ് ഇതേപോലെ കുത്തി കൊടുക്കണം. എന്നിട്ട് ഓരോ പീസ് പേപ്പറും ഇതേപോലെ ചുരുട്ടി കൊടുക്കണം. അതിന് ശേഷം ഒന്ന് ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മറ്റേ അറ്റത്തും ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് എല്ലാം ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് ഒരു അലൂമിനിയം കമ്പിയാണ്. അതിൽ ഞാൻ ഫുള്ള് ഇതേപോലെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ പീസ് എടുത്ത് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. നമ്മൾ ചുറ്റുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഒക്കെ തിളക്കമുള്ള വശം വേണം പുറത്തേക്ക് വരാനായിട്ട്. എന്നാലാണ് ഭംഗി ഉണ്ടാവുകയുള്ളൂ. അത് നോക്കി വേണം ചെയ്യാനായിട്ട്. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള വശം ഉണ്ടല്ലോ, അതാണ് പുറത്തേക്ക് വരേണ്ടത്. ഇപ്പോൾ ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ കമ്പി ചുറ്റി വളച്ച് ഇതേപോലെ വെക്കണം. ഞാൻ ആദ്യത്തെ ഇങ്ങനെയാണ് വെച്ചെടുക്കുന്നത്. ബാക്കിയെല്ലാം ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചുറ്റി കൊടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിനുശേഷം തെർമോക്കോൾ അതിൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഫോയിൽ ഷീറ്റ് ഇതേപോലെ വട്ടത്തിൽ മുറിച്ച് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. തെർമോക്കോളിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഇതേപോലെ തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിനുമേൽ ഈ ഫോയിൽ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെക്കണം. ടൈറ്റായിട്ട് ഇറക്കി വെക്കണം. ഇനി ഇത് ഓരോന്നും ഇതേപോലെ കുത്തി കൊടുക്കണം. നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.